Then, okay. Then mother, and we have heard the conversation. Then, Kokob Kanovin and sister had a surgery and she is fine. Then mother replied. Mother മറുപടി കൊടുത്താൽ. Then, നിങ്ങൾ പറഞ്ഞു സർജറി കൊടുത്താൽ വഷളായി എന്നുള്ള ഒരാളിൻ്റെ കേസ് നേരത്തെ പറഞ്ഞു. We have seen that one person and അവരുടെ സർജറി നടന്നതുകൊണ്ട് അവർക്കിപ്പോൾ ആൻഡ് ആരാണ് റഹീം അക്വാസ്. അപ്പോൾ റഹീം അക്വാസിൻ്റെ കാക്കയുടെ ഭാര്യയ്ക്ക് നടന്ന ഡിസ്ക് ഓപ്പറേഷൻ ഇറ്റ് ഈസ് എ ഫെയിലിയർ ആൻഡ് നോ ഇംപ്രൂവ്മെൻറ്റ് അറ്റ് ആൾ. ദെയർഫോർ വൈ ഷുഡ് വി ഗോ സച്ച് ആൻ ഓപ്പറേഷൻ? പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു ഓപ്പറേഷന് പോകുന്നത്? അങ്ങനെ ഹീ ട്രൈസ് ടു ഡിസ്കറേജ് ഹിം, യു നോ, ബിക്കോസ് ഓഫ് financial stringency, no money at all. Financial crisis is the important thing. അതായത് സാമ്പത്തികമായ പരാധീനതയാണ് തൻ്റെ ഭാര്യയെ ഒരു ഓപ്പറേഷനിൽ നിന്ന് പിന്തിരിവെ. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ട്. ഹൗ ക്യാൻ വി പുൾ ഓൺ ദ ലൈഫ്? നമുക്ക് എങ്ങനെ ഈ ജീവിതം തള്ളി നീക്കാൻ കഴിയും? വലിയ എന്താണ്, ഒരു ചെറിയ ഒരു വരുമാനം മാത്രമാണോ, സ്മാൾ ഇൻകം, ഹൗ ക്യാൻ ദേ ലീവ്? ആൻഡ് ഹൗ മെനി പേഴ്സൺ? Sahara, Ali, then her father, their father, then mother, and a baby. About 5 members are there. Understand? Okay. Then Kokob Kanovin. Kokob Kanovin. That is the name of sister had a surgery and she is fine. Mother replied. Oh, പിന്നെ ആളിൻ്റെ ഭാര്യയ്ക്ക് ആരാണ്? കൊഹാബ് ഖനോയിൻ. ഭാര്യയ്ക്ക് ഒരു സർജറി നടന്ന് അവർക്കിപ്പോൾ ഒരു ഗുരുവില്ല. അവരിപ്പോൾ നല്ല കുതിരയെ പോലെ നടക്കുന്നുണ്ട്, മാനിനെ പോലെ തുള്ളിച്ചാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. കട്ട് ടു ക്ലോസ് അപ്പ് സാഹറ ടേക്കിംഗ് ദ നോട്ട് ബുക്ക് ആൻഡ് റീഡിങ് വാട്ട് അലി ഹാസ് റിട്ടൺ. എന്നിട്ട് ആ ബുക്ക് അലിയിൽ നിന്ന് വാങ്ങിച്ച് നോക്കി അവനെന്താ. അപ്പോൾ ആദ്യം സാഹറ എഴുതിയത് എന്താണെന്ന് നിങ്ങൾ കണ്ടു. നാളെ ഞാൻ എങ്ങനെ പള്ളിക്കൂടത്തിൽ പോകും, ഷൂസ് ഇല്ല. അതിന് അലി എന്തായാലും ഉത്തരം എഴുതി. അതാണ് നോക്കുന്നത്. എന്താണെന്നൊരു look at here, reading what Ali has written. Father off screen. Don't ever think about surgery. So father gave a warning. You never think of surgery. സർജറിയെ കുറിച്ച് ചിന്തിക്കരുത്. Then alternative close of Sahara Ali looking at each other. അപ്പോൾ അടുത്ത ഷോട്ടിൽ കാണുന്ന അലിയും സാഹറയും എന്താണ്, ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ, പരസ്പരം നോക്കിയിരിക്കുന്നില്ലേ. ഫാദർ ഓഫ് സ്ക്രീൻ. I don't want you to become crippled. I don't like a lame person. You should be lame. നീ ഒരു മുണ്ടിയായിരിക്കാൻ, മുടന്തുള്ളവളായിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കും. ക്രിപ്പിൾ മീൻസ് എ lame person, a crippled person. കട്ട് ടു ക്ലോസ്. ക്രിപ്പിൾ അറിയാൽ? ക്രിപ്പിൾ മുടന്തുള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിപ്പിൾഡ് പേഴ്സൺ. കട്ട് ക്ലോസ് ഓഫ് സാഹറ റൈറ്റിംഗ് ദ നോട്ട്ബുക്ക് mumbling. And she writes, Ali, you have some and nerve. You have some nerve. നീ എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? അപ്പോൾ അവിടെ എഴുതിയിരുന്ന അലി എഴുതിയിരുന്ന എന്തായിരിക്കും? നിനക്ക് നാളെ എൻ്റെ ആ ഷൂസ് ഉപയോഗിച്ചിട്ട്, ഓ, യു ലോസ്റ്റ് മൈ ഷൂസ്, ഐ വിൽ ടെൽ ഡാഡ്. നീ കൊണ്ട് കളഞ്ഞു. ഐ വിൽ ടെൽ മൈ ഡാഡ്. ക്വിക്ക് ക്ലോസ് അപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സാഹറ. അപ്പോൾ ഷീ threatened at him. Sahara threatened at Ali. I will tell our dad. But what would happen? And he would get punishment. Shiksha. But they can't say. Why? Because they can't buy a new one. Because of the financial crisis. Financial stringency, financial problem. ആ പ്രോബ്ലം കാരണം 10 പൈസ കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ ആഹാരം വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നു. വല്ലപ്പോഴും മാത്രം ആ കമ്പനിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ജോലിയാണ്. മനസ്സിലായില്ലേ? ഇറ്റ് ഇസ് നോട്ട് എ പെർമനൻറ്റ് ജോബ്, ടെമ്പററി വൺ. അണ്ടർസ്റ്റാൻഡ്? എ ഡെയിലി വേജസ്. ഓക്കെ. Sahara, she passes the notebook to Ali, close up to the notebook. The conversation of their parents continue on the soundtrack.
soundtrack, now less audible and interspread by the beat of the hammer on the and close up Ali writing in the. Then they hear and the sound the father had produced. He was what was hitting something. The sound of the hammer produced there. Understand? Okay. He was then. And the hammer on the block. Hammer, beat of the hammer. It is heard on the block. ഏതോ ഒരു തടിക്കഷണത്തിൽ ചെത്തിമിനുക്കിയ ഒരു പലകയിൽ ആണി വെച്ചടിക്കുന്ന ശബ്ദമാണ് അവർ കേൾക്കുന്നത്. ക്ലോസ് അപ്പ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. ടു ക്ലോസ് അപ്പ് father works on the other end of the room looking at the camera. Interspread with the close-up Ali and Sahara in the middle range. Short them. അപ്പോൾ രണ്ട് ഭാഗക്കാരെയും കാണിക്കുക. ഒരാളിനെ മിഡിൽ ഷോട്ടിൽ കാണിക്കുന്നു, ഒരാളിനെ ക്ലോസപ്പിൽ കാണിക്കുന്നു. ഇങ്ങനെ പല പല ഷോട്ടുകളെല്ലാം അപ്പുറവും കാണുന്നുണ്ട്, ഉടനെ ഇപ്പുറവും കാണുന്നു. ഇപ്പുറത്തെ മുഖം കാണുന്നുണ്ട്, ആരുടെ മുഖം? അലിയുടെയും സാഹറയുടെയും. അപ്പുറത്ത് കാണുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ആ കിടക്ക് അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടെ ശബ്ദങ്ങൾ. സാഹറ റായ്, then what should I do? Because I have lost my shoe. Then what should I do? In the notebook and passes it Ali. Right. You can wear my sneakers. You can wear my sneakers. നിനക്ക് എൻ്റെ സ്നീക്കേഴ്സ് ഉപയോഗിക്കാം തൽക്കാലം. ആൻഡ് passes the notebook back. അപ്പോൾ എൻ്റെ സ്നീക്കേഴ്സ് നിനക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സാഹറ റായ്, I will wear them what you are back from school. But I can use it only after you had returned. നീ മടങ്ങി വന്നിട്ടല്ലേ എനിക്കത് ഉപയോഗിക്കാൻ പോകും. Then I have to wait. ഏതുവരെ? Your arrival from the school. And I can use it after you have returned from there. നീ അവിടെ നിന്ന് മടങ്ങി വന്നല്ലേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു കുറച്ച് സമയം പോകില്ലേ? അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചാൽ പിന്നെ നിനക്ക് താമസിച്ചേ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ. ആൻഡ് ആൾസോ ദെൻ സാഹറ റൈസ്, ഐ വിൽ വെയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. നീ മടങ്ങി വന്നോണ്ട് ഞാൻ എടുത്തിട്ടു. ഓക്കെ. ആൻഡ് ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് ദ നോട്ട് ബുക്ക് ബാക്ക് ആൻഡ് ഫോർവേഡ്. ഫോർ മീൻസ് ഫോർവേഡ്, മുന്നോട്ടും പിന്നോട്ടും കൈമാറുമ്പോൾ ഉള്ളി ദ നോട്ട് ബുക്ക് ഇൻ ക്ലോസ് അപ്പ്. ആ നോട്ട് ബുക്കിൽ എഴുതിയിരിക്കുന്നു, അതിനെ അടുത്ത് കാണിക്കുന്നു. ആൻഡ് ഹാൻഡ്സ് ആർ വിസിബിൾ. ഫ്രെയിമിൽ പിന്നെ രണ്ട് കൈകൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട്. ക്ലോസ് അപ്പ് സാഹറാസ് റൈറ്റിംഗ്. ദ സ്റ്റാഫ് ഓഫ് ഹെർ പെൻസിൽ ബ്രേക്ക്. ദ സ്റ്റാഫ് ഓഫ് ദ പെൻസിൽ ബ്രേക്ക്. അവൾ ബലമായിട്ട് പിടിച്ച് എഴുതിയപ്പോൾ അവളുടെ പെൻസിലിൻ്റെ മുന ഒടിഞ്ഞു. ഓക്കെ. Pencil breaks. Ali puts his pencil on the notebook for her to write. So what did he? He helped her and he lent his pencil to Sahara to complete her writing. അവളുടെ എഴുത്ത് പൂർത്തിയാക്കുവാൻ തൻ്റെ കയ്യിലിരുന്ന പെൻസിൽ ആർക്ക് കൊടുത്തു? സാഹറയ്ക്ക്. But she didn't take it because he is the person real responsible for all these problem he has created. ഇവനാണല്ലോ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ബട്ട് വാട്ട് ഹാപ്പൻ? വി ഹാവ് സീൻ ദാറ്റ്. ഓക്കെ. ആൻഡ് പെൻസിൽ ഫോർ ഹെർ ടു റൈറ്റ്. സാഹറ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ. ക്ലോസ് അപ്പ് ആൻഡ് ദ പെൻസിൽ ലൈയിങ് ഓൺ ദ നോട്ട് ബുക്ക്. വി സീ ദാറ്റ് ഷീ ഡിഡ്ന്റ് ടച്ച് ഇറ്റ്. അവൾ തൊട്ടില്ല. സോ ഇറ്റ് വാസ് ലൈയിങ് ഓൺ ദ നോട്ട് ബുക്ക്. അത് ആ നോട്ട് ബുക്കിൽ തന്നെ കിടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ദ ഷൂ ഹിയർ സീ ദാറ്റ്. Really the shoe, and really the shoe is a representative of the family's poor condition. The shoes shows the poor condition of the family. സാധാരണ ഇന്ന് ചെരുപ്പൊക്കെ വൃത്തിയാക്കി കൂട്ടുകൂടെ തുന്നിയ ഷൂസൊക്കെ വൃത്തിയാക്കി ഇടുന്ന ആളുകൾ കുറവാണ്. വലിച്ചെറിയുക and buy a new one. That is the. നിങ്ങൾ തന്നെ അറിയാം, നിങ്ങൾ തന്നെ പലരും ഷൂസ് എവിടെയെങ്കിലും കൊണ്ടുവന്നൊക്കെ ചീത്തയാക്കി ചെരുപ്പ് പൊട്ടിച്ചിട്ട് അപ്പോൾ നമുക്ക് നാളെ റിപ്പയർ ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞു. വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ വാണ്ട് എ ന്യൂ വൺ. എനിക്ക് പുതിയത് തന്നെ വേണം. ഐ വാണ്ട് എ ന്യൂ വൺ. ദാറ്റ് വിൽ ദ പോളിസി ഓഫ് യു. മോസ്റ്റ് ഓഫ് യുവർ പോളിസി, ദാറ്റ് ഈസ് യുവർ പോളിസി. ഐ നോ ദാറ്റ്. ഓക്കെ. ഹിയർ ഇൻ ദിസ് സ്റ്റോറി, ഇൻ ദിസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ടെഹ്റാൻ ഈസ് ക്ലിയർലി ഡെപിക്റ്റഡ്
പിക്ചേർഡ്, ബ്യൂട്ടിഫുള്ളി പിക്ചേർഡ്. അതിമനോഹരമായി ഈ ആൾക്കാരുടെ ജീവിതം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ട ഈ പിക്ചറിൽ അതിമനോഹരമായി കണ്ടോ, വിച്ച് റിഫ്ലക്ട്സ് ദ ഫിലിം മേക്കേഴ്സ് ഓൺ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ആൻഡ് ആൾസോ ഇൻ ദിസ് ഫിലിം ദ പ്രൊഡ്യൂസർ, ദ ഡയറക്ടർ has shown clearly the difficulties and the problems of his childhood. He faced in childhood, the problems he had faced in childhood, and everything reflects in this picture. അപ്പോൾ ഈ പടത്തിൽ നമ്മുടെ ഈ പടം നിർമ്മിച്ച ആ വ്യക്തിയുടെ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ ഒക്കെ ഈ കാണുന്നതിൻ്റെ ഒരു ഭാഗം. അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും അതിമനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കുവാൻ കഴിയും. വി ഹാവ് നോ ദാറ്റ്. എഴുത്തുകാരായിരുന്നാലും ശരി, അനുഭവങ്ങളിൽ നിന്ന് എഴുതുന്നതാണ് ഏറ്റവും തീവ്രമായ ഹൃദയസ്പർശിയായ കഥകളായി മാറുന്നത്. അപ്പോൾ ഹിയർ ആൾസോ ഇറ്റ് റിഫ്ലക്ട്സ് ദാറ്റ്. അപ്പോൾ ദ ലൈഫ്, ദാറ്റ് മീൻസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ of a family in Tehran. They are financially backward. The financial crisis, everything is pictured here. That was why she didn't tell her dad she had lost her shoes. Why? Because punishment, both of them would be punished. പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേർക്ക് ശിക്ഷ കിട്ടും. ഡാഡിനോട് പറയാമെന്ന് പറയുമ്പോൾ സാഹറ ഭയപ്പെടുത്തും. നീ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, എനിക്കും കിട്ടും നിനക്കും കിട്ടും, ബോത്ത്. അങ്ങനെ അലി പറഞ്ഞ് അവളെ ഭയപ്പെടുത്തും. രണ്ടുപേർക്കും കിട്ടുന്നത്, രണ്ടുപേരും ഉത്തരവാദികളാണ്. അതുകൊണ്ട് ബി കെയർഫുൾ. വി ഹാവ് സീൻ ദാറ്റ്. ഓക്കെ. അപ്പോൾ ദ ഫിലിം ഷോസ് ദ പോവർട്ടി, ദ ഇന്നസെൻസ്, and also the hardship, poverty and innocence of children. Everything is clearly shown. The poverty of Tehran, the innocence of the children, and the hardship, the problems they are facing, everything is clearly pictured in this. I think that all of you have observed or understood the poem very well. Understand? Okay. Okay, I think it is enough. Then shall we pass on to a poem? Have you any doubt? No doubt. About you read it again and again, because and two types of question can be asked. One, you may be asked to prepare the financial condition of the family, of ഫാമിലിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറയാം. എന്താണെന്നുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒന്ന് എ പ്രൊഫൈൽ. ഹിയർ ആൾസോ ദ ലാസ്റ്റ് ടെസ്റ്റ് പേപ്പർ ഐ ഹാവ് ഗിവൺ സർട്ടൻ ഹിൻസ് ഹാഡ് ഗിവൺ. ഐ തിങ്ക് ദാറ്റ് മോസ്റ്റ് ഓഫ് യു ഹാവ് attended it well. You have written the exam very well, and the paper you will get within 1 or 2 weeks. Okay. There the profile is here. Another one, conversation. You may be asked to prepare a conversation between Sahara and Ali. Sahara and Ali. And also suppose another one. Suppose that you happen to meet or come across the young collector on the way. Margamathe young collector കാണാൻ. There also a possible conversation take place. So പോസിബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ സാധ്യതയുണ്ട്. എന്താ നിങ്ങൾ ചോദിക്കാൻ കളക്ടർ, എൻ്റെ സഹോദരിയുടെ ഷൂസ് നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരും, അതിലുണ്ടോ? ആ രീതിയിലൊരു സംഭാഷണം അവിടെ നിന്ന് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. ഒരുപക്ഷെ തിരിച്ച് സപ്പോസ് ദാറ്റ് ദ യങ് കളക്ടർ ഹാപ്പൻ ടു സീ ദ ഷൂസ് ദ ആ ഷൂസ്. പക്ഷേ ഈ പടത്തിൽ കാണുന്നത് ഈ ഷൂസ് കൊണ്ടുചെന്ന് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ഷൂസ് പിന്നെ ഈ യങ് കളക്ടറുടെ മകളുടെ കാലിൽ കാണാൻ ഇടയായി. അത് ആ ചിത്രത്തിൻ്റെ ഭാഗത്ത് കാണുന്നു. അയാളുടെ മകളുടെ യങ് കളക്ടറുടെ മകളുടെ പാദങ്ങളിൽ കാണുവാനിട വന്നു എന്ന് ഈ കഥയുടെ ചില ഭാഗങ്ങൾ ഇവിടെ നാം കണ്ടിട്ടില്ല. അതിൻ്റെ മറുഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നതായിട്ട്
ഇതിൻ്റെ. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയാണ് ഈ പാഠത്തിൽ, ഇത്രയൊക്കെയുള്ള ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുവാനുള്ള സാധ്യത. എന്തൊക്കെ ചോദിക്കാം? ഒന്ന് പ്രൊഫൈൽ, മജീദി. സോ ഐ ഹാവ് ഓൾറെഡി ഗിവൺ ആൻഡ് ഓൾ ഓഫ് യു ഹാവ് ഡൺ ഇറ്റ് വെൽ. ഓക്കെ. Then a conversation between Sahara and then Ali. Another one, you may be asked to prepare a review of the story. ഇതിന് റിവ്യൂ തയ്യാറാക്കുവാൻ അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്പെടാൻ റിവ്യൂ അങ്ങനെയാണ്. എ സിമ്പിൾ റിവ്യൂ, യു ക്യാൻ റൈറ്റ് എ പാരഗ്രാഫ്. അപ്പോൾ ദ ഫാമിലി ഓഫ് എ ടെഹ്റാൻ, എങ്ങനെയുള്ള മിഡിൽ ക്ലാസ്, എ പുവർ ഫാമിലി, ആൻഡ് ഇറ്റ് ഈസ് പിക്ചേർഡ്. And their financial crisis is clearly shown. Our financial crisis. അപ്പോൾ we have seen there a shoe and we have seen that. അപ്പോൾ ഇവിടെ കണ്ട നമ്മളെ ഷൂസ് ഉണ്ട്. ഇറ്റ് ഈസ് റിയലി ദ റിപ്രസെൻറ്റേറ്റീവ് ഓഫ്, ഇതാണ് ദ റിപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഫാമിലീസ് പൂവർ കണ്ടീഷൻ. ആ ഫാമിലിയുടെ പൂവർ കണ്ടീഷൻ കാണിക്കുന്നതാണ് ആ സിസ്റ്റേഴ്സിൻ്റെ ഷൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലൈഫ് ഓഫ് ദ ടെഹ്റാൻ, ദ ലൈഫ് ഓഫ് ടെഹ്റാൻ ഈസ് ക്ലിയർലി ഡെപിക്റ്റഡ് ഹിയർ. അത് ക്ലിയർലി പിക്ചേർഡ് ഹിയർ, നല്ല രീതിയിൽ ചിത്രീകരിച്ച് പാവപ്പെട്ടവൻ്റെ ജീവിത രീതിയിൽ, ആൻഡ് ഹൗ ആൻഡ് ഹാർഡ് ഇറ്റ് വാസ്, ആൻഡ് ആൾസോ ഹൗ ദേ ആർ പുള്ളിങ് ദ ലൈഫ്, എങ്ങനെയാണ് ആ ജീവിതം തള്ളി നിൽക്കുന്നതെന്ന് വി ഹാവ് ഓൾറെഡി. അറ്റ് ദ സെയിം ടൈം ദ ഫിലിം ഡെപിക്ട് ദ ഹാർഡ്ഷിപ്പ്, പോവർട്ടി, innocence of children, the innocence of children, poverty, hardship, difficulties, problem. Everything is clearly pictured. You can write all these things. Understand? Okay. Okay, then we are going to see a beautiful lesson. Look up, come here. Then, blowing in the wind. That is the beautiful poem we are going to see. An important one. Blowing in the wind. Okay, blowing in the wind. Okay. Blowing, blow, you know, വീശുക. Blowing in the wind. വീശുന്ന കാറ്റിൽ, അതെ, കാറ്റ് വീശുന്നത്. ലിസൺ, ലുക്ക് അറ്റ് ഇറ്റ്. ലൈക്ക് സിനിമ ആൻഡ് സം ഓഫ് ദ മ്യൂസിക് ആൽബംസ് ആർ ആൾസോ വെരി പോപ്പുലർ ആസ് ദേ ആർ ആൻഡ് റെൻഡേഡ് ആസ് ആഡിയോ വിഷ്വൽ. യു നോ ദാറ്റ് in our Malayalam films and Hindi films or Tamil films we have so many films of there, 5 song, 10 song, and olden times there are 20 song, 25 song. The film was full of song. പണ്ട് കാലത്ത് 25-30 പാട്ടുകളാണ്. ഇന്നും നമ്മൾ വയ്ക്കാറുണ്ട് 4, 5, 2, 6 ഒക്കെ ഉണ്ട്, നല്ല നല്ല പാട്ടുകളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, പാർട്ട് ഓഫ് അവർ ഫിലിം. വിത്തൗട്ട് ഇറ്റ് we can't imagine a film in Malayalam or Hindi or Tamil. But as far as this Hollywood film concerned, they don't give any importance to song, and they will select a song from album. And if it is essential, അനിവാര്യമാണെന്ന് കാണുകയാണെങ്കിൽ they will select songs from album. ആൽബത്തിൽ നിന്നാണ് അതിമനോഹരമായ പാട്ടുകൾ സന്ദർഭത്തിനനുസരിച്ച് ചേർക്കാറുള്ളത് അവിടെ. അല്ലാതെ പടത്തിൽ പാട്ട് വേണം എന്നൊരു നിർബന്ധം അവർക്കില്ല. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സച്ച് ദാറ്റ്. ഓക്കെ. ആൻഡ് ഹിയർ ഈസ് എ സോങ് റിട്ടൺ ബൈ, ആൻഡ് വി ആർ ഗോയിങ് ടു സീ എ സോങ് റിട്ടൺ ബൈ ഡിലൻ. ലുക്ക് അറ്റ് ഇറ്റ്. റിട്ടൺ ബൈ ബോബ് ഡിലൻ, one of the prominent musicians of the United States of America. We are going to see. And this song has been described as an anthem of the 1960s civil rights movement. 1960-ലെ പൗരാവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർ ഉയർത്തിക്കാണിച്ചൊരു ഗാനമാണ് അവരുടെ നാഷണൽ ആന്തം, ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട ഒരു ഗാനം 1960-ലാണ്. Because it was against the suppression and oppression, and also it inspired the mass, inspired the black people to fight against injustice, against oppression, against suppression, and against exploitation. Understand? And giving inspiration to the black, because they are fighting even now for their civil rights. It is not completely restored in America. We have seen that. Okay, then.
And then we shall go on. Then an American singer, look at here about the other, Bob Dylan. An American singer, songwriter, artist and writer. His early songs and such as Blowing in the Wind and the Times there. Okay. About he was a famous singer and song writer. We are going to see. Then we are going to see his song. Look at it. Very simple, but the idea and what he wants to tell others is hidden in these lines. That is the word. How many roads must a man walk down before you call him a man? How many seas must a white dove sail? And before she sleeps in the sand? Yes. And how many times must the cannonballs fly before they are forever banned? How many roads must a man walk down? Walk down before you call him a man. So you know the name of the lesson? Blowing in the wind. Blowing in the wind. It's an important poem. We learned it. But the poet points out such oppression, war, then human rights violation and exploitation that continue to trouble the world. He wants to say. കവി പറയുവാൻ ആഗ്രഹിക്കുകയാണ്, രാജ്യത്ത് ഇപ്പോഴും തുടർന്നു പോകുന്ന ചൂഷണം, അടിച്ചമർത്തൽ ആൻഡ് നിയമലംഘനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ്, അതിൻ്റെ ഫലമായി ജനം അനുഭവിക്കുന്ന ദുരിതം അതെടുത്ത് കാണിക്കുകയാണ് ഈ കവി. How many roads must a man walk down before you call him a man? How many roads must? അപ്പോൾ എത്ര ഘാതം നടക്കണം? roads. Must a man walk down? Road, here the word road, it is related to life. ജീവിതവുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ്, ജീവിത അനുഭവം, അതിനാണ് റോഡ്. ഡിഫറെൻറ്റ് വേസ് ഇൻ ഹിസ് ലൈഫ്. ദാറ്റ് മീൻസ് ദ എക്സ്പീരിയൻസസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തി അനുഭവത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അനുഭവം ഗുരു അളവില്ല. അപ്പോൾ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയുവാൻ, ദുരിതം ഇതൊക്കെ കണ്ടും കേട്ട് പറയുവാൻ എത്ര കാലം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ, അനുഭവത്തിൽ വന്ന് അനുഭവിക്കുന്ന എന്താണ്? വാട്ട് ഈസ് ഈ ബെയറിങ്? സോ ദിസ് പോയം ഈസ് മെയിൻലി ഇൻറ്റൻഡഡ് ടു ദ ബ്ലാക്ക് ഇൻ അമേരിക്ക. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ ഉദ്ദേശിച്ച് അവർക്ക് ഗിവിങ് ഇൻസ്പിറേഷൻ ഓർ ടു ഓപ്പൺ ദ ഐസ് ഓഫ് അതേഴ്സ്, ദ ഓപ്പൺ ദ ഐസ് ഓഫ് അതോറിറ്റീസ്. ഭരണകർത്താക്കളുടെ കണ്ണുകൾ തുറപ്പിക്കുവാൻ, അതൊക്കെ ആയിരിക്കാം ദ എയിം ഓഫ് ഇറ്റ്. ഓക്കെ, ദെൻ ദ പോയറ്റ് അപ്പീൽസ് ഫോർ eradication of inequality. Everywhere we see that inequality, അസമത്വം, okay, and injustice, അനീതി, and violence. അതല്ലോ വയലൻസ്, അറിയാം, അക്രമം. അപ്പോൾ എവിടെ നോക്കിയാലും അനീതിയുണ്ട്, അക്രമമുണ്ട്, പിന്നെ ഇക്വാളിറ്റി. വി ഹാവ് ടു ഇറാഡിക്കേറ്റ്, തുടച്ചു മാറ്റുക, അതിനെ തുടച്ചു മാറ്റണം. അപ്പോൾ അദ്ദേഹം അപ്പീൽസ് ദം, അതാണ് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളിതൊക്കെ തുടച്ചു മാറ്റണം. ഇറ്റ് കാണ്ട് എക്സിസ്റ്റ് ലോങ്, അധികം നാന്നുണ്ട്. ബട്ട് വാട്ട് വി വാണ്ട് ആൻഡ് വി മസ്റ്റ് സ്റ്റാൻഡ് ടുഗദർ, ഒരുമിച്ച് നിൽക്കണം. വൈറ്റ് ആർ ബ്ലാക്ക് ആൻഡ് സ്റ്റാൻഡ് ടുഗദർ, ഷോൾഡർ ടു ഷോൾഡർ, ഹാൻഡ് ഇൻ ഹാൻഡ്, കൈയോട് കൈ ചേർന്ന്, തോളോട് തോളുരുമ്പി നിന്ന് ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് ഇൻജസ്റ്റിസ് and also this violence. Okay, then shall we see that? How many roads must a man walk down before you call him a man? അപ്പോൾ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടാൻ അവൻ എത്ര കാലം നടക്കണം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ നേടണം. Man, okay, a beautiful image is the poet used to make. How many roads? അപ്പോൾ road here means different ways in life. It is sometimes examination,
The question may arise from there. You may be asked, and what does the poet mean road? What does the poet mean? The word road, you may be asked. It is asked earlier. Okay. Before you call him a man. അപ്പോൾ മാൻ എന്ന വിളി വരുന്നതിന് അവൻ്റെ അനുഭവത്തിൽ നിന്ന് എത്ര കാലം അയാൾ നടക്കണമെന്ന അനുഭവങ്ങളിൽ നിന്ന് ഇടേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച്. ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്? How many seas must a white dove sail? ഒരു വെള്ളരിപ്രാവിന് എത്രയോ സമുദ്രങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ്? white dove sail before sleep in the sand. അതിനെ നിലത്തെത്തുവാൻ, നിലത്ത് നിന്നുറങ്ങുവാൻ, ഒന്ന് നിലത്തിരിക്കുവാൻ. സമുദ്രത്തിൽ ഇരിക്കാൻ പറ്റില്ല. സമുദ്രത്തിന് മീതെ പറക്കുന്ന അതിനെ വെള്ളരിപ്രാവിന് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ലാൻഡ് ചെയ്യണമെങ്കിൽ കരയിൽ വരണം. അപ്പോൾ എത്ര കാലം അത് ഫ്ലൈ ചെയ്യണമെന്നുള്ളതാണ്, അത് പറന്നകലണമെന്നുള്ളത്. You know that dove, it is a symbol of peace. It is a symbol of peace. സമാധാനത്തിൻ്റെ ചിഹ്നമാണ് ആ വെള്ളരിപ്രാവ്. ആ വെള്ളരിപ്പാവ് നിലത്ത് നിൽക്കണമെങ്കിൽ how many seas must be? Here a word sea is also. Seed means freedom. ആ വേർഡ് സീ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ കവിയുടെ ഭാവനയിൽ, കവിയുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഫ്രീഡം. മസ്റ്റ് വൈറ്റ് ഡോവ് സെയിൽ ആൻഡ് സ്ലീപ്പ് ഇൻ ദ സാൻഡ്. അപ്പോൾ ഈ രാജ്യത്ത്, സാൻഡ് മീൻസ് ദിസ് കൺട്രി ഇൻ അമേരിക്ക, ഈ രാജ്യത്ത് ഒന്ന് നേരെ നിവർന്ന് നിൽക്കണമെങ്കിൽ ആ സമാധാനമെന്ന് ആ വെള്ളരിപ്രാവ് ഇവിടെ പറന്നെത്തും. ഈ സമാധാനം എന്ന് ഇവിടെ കൈവരും. അപ്പോൾ അതിനൊരു ഇറാഡിക്കേഷൻ ഓഫ് ഇൻജസ്റ്റിസ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് വയലൻസ്, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്. അപ്പോൾ എത്ര കാലം എടുക്കും പറയാൻ കഴിയും. അപ്പോൾ എന്താ വേണ്ടത്? ആൻഡ് വി മസ്റ്റ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്റ്റാൻഡ് ടുഗദർ. ഒരുമിച്ച് നിന്ന് അതിന് പോരാടുകയാണ് വേണ്ടത്. ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്. യെസ്. And how many times must a cannonball fire? Cannonball, all of you know cannonball, type of a large heavy gun.